ദേശീയ തലത്തിൽ BJP അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരുപക്ഷെ 2014-ലോ 2019-ലോ അവർ നേടിയിരുന്ന വിജയത്തേക്കാൾ കൂടുതൽ മികച്ച വിജയമായിരിക്കും ഇത്തവണ വീണ്ടും അധികാരത്തിൽ വന്നാലെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈവൻ 300 സീറ്റിൽ താഴെയാണെങ്കിലും 272 സീറ്റ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ പോലും 10 വർഷത്തെ ഒരു ഭരണത്തിന് ശേഷം യാതൊരു വിധത്തിലുള്ള ആൻറ്റി ഇൻകംബൻസിയും ഇല്ലാതെ ഒരു സർക്കാരിന് കേവല ഭൂരിപക്ഷത്തിൽ ഒരു മുന്നണിക്ക് അധികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. UDF-നോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ UDF-ന് കഴിഞ്ഞ തവണ കിട്ടിയത് അത്രയും തന്നെ കിട്ടിയില്ല എങ്കിൽ പോലും ഒരുപക്ഷെ 15 സീറ്റ് 16 സീറ്റ് ഒക്കെ തന്നെ കിട്ടാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ കാണേണ്ടത് BJP-ക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ഒരു വളർച്ചയാണ്. ഇപ്പോൾ പല എക്സിറ്റ് പോളുകളും അത് പ്രവചിക്കുന്നുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP-ക്ക് ഒരു വലിയ വിജയ സാധ്യത എന്ന രീതിയിലത്തേക്ക് പല എക്സിറ്റ് പോളുകളും പറയുന്നുണ്ട്. ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചുരുങ്ങിയത് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ BJP-ക്ക് കിട്ടും എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ LDF-ന് വലിയ ആത്മവിശ്വാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഒരു 4-5 മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു വിജയ സാധ്യതയുണ്ട്. അത് വിജയമായിട്ട് പരിണമിക്കണം എന്നില്ല എങ്കിൽ പോലും ഒരു 4-5 മണ്ഡലങ്ങൾ വരെ അത്തരത്തിലുള്ള ഒരു സാധ്യതയെങ്കിലും ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.